ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാം എന്നുള്ളത് അറിയില്ല. അപ്പോൾ രണ്ട് തരം ആളുകളുണ്ടാവുക. ഒന്ന് മലയാളം കീബോർഡ് ഓൾറെഡി അറിയുന്ന ആളുകൾ, അവർക്ക് പ്രശ്നമില്ല. കുട്ടി പെൻസിൽ എന്നുള്ള വെബ്സൈറ്റ് നേരെ എടുക്കുക, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, നേരെ മലയാളം ടൈപ്പിംഗ് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അപ്പോൾ മലയാളം ടൈപ്പിംഗ് എന്ന് മലയാളം കീബോർഡ് അറിയണം, മിക്ക ആളുകൾക്കും അറിയില്ല. അല്ലാത്ത ആളുകൾക്ക് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുക. അതിന് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. മലയാളം ടൈപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇവിടേക്ക് മൗസ് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, ഇവർ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് കറക്റ്റ് തിരഞ്ഞെടുക്കാം. ഇതാണ് ഒരു ഓപ്ഷൻ, കുട്ടി പെൻസിൽ. അടുത്തത് നമുക്ക് മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനെന്ത് ചെയ്യാം, മംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹായ്, നിനക്ക് സുഖമാണോ കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ എങ്ങനെ ക്യാൻവയിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മലയാളം ഫോണ്ട് എടുക്കുക എന്നുള്ളതാണ് ഡൗട്ട് ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മലയാളം ടൈപ്പിംഗ് എന്നുള്ളൊരു ഫോണ്ട് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് കൊണ്ടുവന്നു. ടെക്സ്റ്റ് ഒന്നിലേക്ക് Ctrl+T കൊടുക്കാം. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, Ctrl+C അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് കോപ്പി അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഇവിടെ ടി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇവിടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോണ്ടിലാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന പേസ്റ്റ് ചെയ്യുന്നത് കണ്ടന്റ് മാറും. അപ്പോൾ ഇവിടെ Ctrl+V അടിക്കാം, മാക്ബുക്ക് ഉപയോഗിക്കുന്ന കമൻറ്റ് V അടിക്കാം, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ കൊടുത്തിട്ട് പേസ്റ്റ് കൊടുത്തു. അപ്പോൾ ഈ എല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ഫോണ്ട് മാറ്റൂല. ഇത് ശരിക്കും എക്സാക്റ്റ് ഫോണ്ടല്ല, ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളൊരു ഫോണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്യാം. മലയാളം എവിടെ അറിയോ, ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഫോണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മലയാളം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നോട്ടോ ഷെരീഫ് വരും. ആ നോട്ടോ ഷെരീഫിൽ നമ്മൾ ബോൾഡ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് സ്പേസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കി വന്നു, ലൈൻ സ്പേസിങ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കി വലുപ്പം കൂട്ടി. ഓക്കെ, ഇതിപ്പോൾ ഒരു ഡിസൈനിങ് കൂടി ഞാൻ ഇവിടെ പറഞ്ഞു. പിന്നെ അടുത്ത് ചോദിച്ചതിൽ കൂടുതൽ മലയാളം ഫോണ്ടുകൾ ഉണ്ടോ എന്നുള്ളതാണ്. മലയാളം ഫോണ്ടുകൾ അനഘ പോലത്തെ ചില ഫോണ്ടുകളുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ പെയ്ഡ് ഫോണ്ടുകളാണ്, പിന്നെ പെയ്ഡ് ചെയ്തവർക്കാണ് എക്സ്ട്രാ കൂടുതൽ ഫോണ്ടുകൾ കിട്ടുക. നമുക്ക് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ പെയ്ഡ് ചെയ്തവർക്കാണ്. അല്ലാത്തവർക്ക് ഈ നോട്ടോ ഷെരീഫാണ് ഫ്രീ ആയിട്ട് ഉള്ളത്.